ശാശ്വതി കാനന്ദയുടെ മരണത്തിൽ പുതിയ തെളിവുകൾ ലഭിച്ചാൽ തുടരന്വേഷണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിലവിലെ വെളിപ്പെടുത്തലുകൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ്. സ്വാമിയുടേത് കൊലപാതകമാണെന്ന നിലപാട് ശിവഗിരി മഠവും സ്വാമിയുടെ സഹോദരിയും ആരോപിച്ചു. വെള്ളാപ്പള്ളിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് സ്വാമിയുടെ സഹോദരി ആവശ്യപ്പെട്ടു. സ്വാമി ശാശ്വതീകാനന്ദയുടെ ദുരൂഹമരണത്തിൽ തുടരന്വേഷണ ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ശക്തമായ സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് പുതിയ വെളിപ്പെടുത്തലുകൾ പരിശോധിക്കാൻ ആരംഭിച്ചത്. പുതിയ തെളിവുകൾ ലഭിച്ചാൽ CRPC 173 അനുസരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണമെങ്കിൽ പുതിയതായ തെളിവുകൾ ഉണ്ടാകണം. അപ്പോൾ അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് ക്രൈംബ്രാഞ്ച് പരിശോധിക്കുകയാണ്. പരിശോധിച്ച ശേഷം അവർ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഒരു തീരുമാനം എടുക്കണം ഇക്കാര്യത്തിൽ. സ്വാമിയുടെ മരണം കൊലപാതകമാണെന്ന നിലപാട് ശിവഗിരി മഠവും ആവർത്തിച്ചു. മുങ്ങിമരണമായിരുന്നെങ്കിൽ മൃതദേഹം സ്ഥലത്തു നിന്നും ഒഴുകി നീങ്ങിയേനെ. പുഴയോട് ചേർന്ന കൽക്കെട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തലയിൽ മുറിപ്പാടുണ്ടായിരുന്നു. നന്നായി നീന്തലറിയാവുന്ന സ്വാമി മുങ്ങിമരിക്കുമെന്ന് കരുതുന്നില്ലെന്നും മഠാധിപതി സ്വാമി പ്രകാശാനന്ദ പറഞ്ഞു. മതിലരിയിൽ കെട്ടി എന്റെ ബാക്കി കരിങ്കൽ കിടന്നതിന്റെ ഇടയിൽ നിന്നാണ് ശവം എടുത്തതെന്ന് പറഞ്ഞത്. ആ സ്ഥലം കണ്ടപ്പം ആ കല്ലിന്റെ ഇടയിൽ അത് വരാൻ ഒരു ന്യായമില്ലെന്ന് എനിക്ക് തോന്നി. സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനെയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ശാശ്വതീകാനന്ദയുടെ സഹോദരി ശാന്തകുമാരി ആവശ്യപ്പെട്ടു. വാടക കൊലയാളിയായ പ്രിയനെ മരണദിവസം ആലുവയിലെത്തിച്ചതായി തനിക്ക് വിവരം ലഭിച്ചിരുന്നുവെന്നും ശാന്തകുമാരി പറഞ്ഞു. റിപ്പോർട്ടർ, കൊച്ചി.